നമ്മളോടൊപ്പം ഇന്നുള്ളത് വാർഡ് മെമ്പറായിട്ടുള്ള ഹരിസാറാണ്. സർ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയാണ് നമ്മളിവിടെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് തൊട്ട് ഈ നേരം വരെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ച് കൂടെയുള്ളത് സാറാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പത്തിയൂർ കരിപ്പുഴ തോടിൻ്റെയും പിന്നെ ഉള്ളിട്ട പുഞ്ചയുടെയും സമീപ പ്രദേശമാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളക്കെട്ട് എല്ലാ മഴക്കാലത്തും ഉണ്ടാകാറുണ്ട്. 2018 പ്രളയത്തിന് ശേഷം എനിക്ക് തോന്നുന്നു അനുഭവപ്പെടുന്ന ഏറ്റവും വലിയൊരു വെള്ളപ്പൊക്ക ഫീലാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അത് തുടർന്ന് അതിൻ്റെ ഭീകരാവസ്ഥയിലേക്ക് മാറാതിരിക്കട്ടെ എന്ന് ആദ്യം ആഗ്രഹിക്കുകയാണ്. ഈ പുഞ്ചയോരത്തും ഈ കരിപ്പുഴ തോടിൻ്റെ ഓരത്ത് താമസിക്കുന്ന വീടുകളാകെ തന്നെ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞു. അവർക്ക് അവിടെ സ്വസ്ഥ ജീവിതം നയിക്കാൻ കഴിയാതെ ചിലരൊക്കെ ബന്ധുവീടുകളിലേക്ക് പോവുകയും ചിലർ നമ്മുടെ ക്യാമ്പിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. ഈ ക്യാമ്പിലേക്ക് എത്തുന്നവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യവും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും എല്ലാം ചേർന്ന് സംയുക്തമായ രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ഭരണ സംവിധാനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേരുന്ന മുഴുവൻ ആൾക്കാർക്കും എല്ലാവിധ സൗകര്യവും ഒരുക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ ഒരു ന്യൂനപക്ഷമേ എത്തിയിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും ജലനിരപ്പ് ഉയർന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ആൾക്കാർ നമ്മുടെ ക്യാമ്പിനെ ആശ്രയിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 90-നടുത്ത് ആൾക്കാർ നമ്മുടെ ഈ ക്യാമ്പിലുണ്ട്. അവർക്കാവശ്യമായിട്ടുള്ള ആരോഗ്യകാര്യങ്ങൾ സംരക്ഷിക്കാൻ ആരോഗ്യ വകുപ്പിൻ്റെ ആശാപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും ഇവിടെയുണ്ട്. പഞ്ചായത്തിൻ്റെയും ഹെൽത്തിൻ്റെയും പ്രവർത്തകർ ഇവിടെയുണ്ട്. ഇവരുടെ വീടുകളിലേക്ക് വൈദ്യുത കണക്ഷൻ അടക്കം വിച്ഛേദിച്ച് ആവശ്യമായ പ്രവർത്തനം KSEB നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ പഞ്ചായത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും തുടർപ്രവർത്തനം ആലോചിക്കാനും കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ മിനിസ്റ്റർ എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി MLAയും കൂടിയായിട്ടുള്ള ലിജുവിൻ്റെ നേതൃത്വത്തിൽ ഈ വെള്ളപ്പൊക്ക ബാധ പ്രദേശങ്ങളാകെ തന്നെ സന്ദർശിച്ചു. ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇവിടെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ, അതാണ് ഏറ്റവും പ്രധാനം. ജനങ്ങൾക്ക് നേരിടുന്ന ഒരു പ്രശ്നം അത് എങ്ങനെ ഫേസ് ചെയ്യാം, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതിന് ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം തന്നെ ഒരേ മനസ്സോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ക്യാമ്പ് ആവശ്യമായിട്ടുള്ള അവരുടെ ആരോഗ്യം, അവരുടെ അവർക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ പോരുന്നത്. ഓരോ ഇന്ന് രാവിലെ ഭക്ഷണമെല്ലാം കഴിഞ്ഞു, ഉച്ചയ്ക്കുള്ള ഭക്ഷണ ക്രമീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. തുടർന്നുള്ള ഏതാണ്ട് 3 ദിവസത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. തുടർന്നുള്ള ദിവസവും എല്ലാവരുടെ വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, പഞ്ചായത്തിലെയും വില്ലേജിലെയും ആരോഗ്യ വകുപ്പിലെയും KSEBയുടെയും പ്രവർത്തകർ എല്ലാം തന്നെ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഇതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ എന്തെങ്കിലും പഴുതുണ്ടെങ്കിൽ ആ പഴുതടച്ചുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങും.